നമസ്കാരം. എല്ലാവർക്കും ഓം നമഃ ശിവായ ചാനലിലേക്ക് സ്വാഗതം. രുദ്രമന്ത്രം. ഓം നമസ്തേ അസ്തു ഭഗവാൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ പ്രത്യഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമാൻ മഹാദേവായ നമഃ. ഓം നമഃ ശിവായ. ഓം നമസ്തേ അസ്തു ഭഗവാൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ പ്രത്യഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമാൻ മഹാദേവായ നമഃ. ഓം നമഃ ശിവായ. ഓം നമസ്തേ അസ്തു ഭഗവാൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ പ്രത്യഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമാൻ മഹാദേവായ നമഃ. ഓം നമഃ ശിവായ. ഓം നമസ്തേ അസ്തു ഭഗവാൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ പ്രത്യഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമാൻ മഹാദേവായ നമഃ. ഓം നമഃ ശിവായ. ഓം നമസ്തേ അസ്തു ഭഗവാൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ പ്രത്യഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമാൻ മഹാദേവായ നമഃ. ഓം നമഃ ശിവായ. ഏത് കാര്യസാധ്യത്തിനും ശിവരുദ്രമന്ത്രം 21 തവണ ഉരുവിട്ടാൽ ഫലം ഉറപ്പാണെന്നാണ് വിശ്വാസം. എല്ലാവരും ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് മന്ത്രം ചൊല്ലുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ശിവപ്രീതി നേടാൻ ഏറ്റവും നല്ല ദിവസമാണ് പ്രദോഷം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദിവസമാണ് തിങ്കൾ ശനി പ്രദോഷവും. മകരമാസത്തിലെ കൃഷ്ണപക്ഷ പ്രദോഷം. ഈ ദിവസം ഭക്തിയോടെ വ്രതമെടുത്താൽ അതിവേഗ ആഗ്രഹ സാഫല്യവും ലഭിക്കും. ദാരിദ്ര്യ ദുഃഖശമനം, സന്താന സൗഭാഗ്യം, സന്താന സൗഖ്യം, കുടുംബസുഖം, ഐശ്വര്യം, പാപമുക്തി, ആയുരാരോഗ്യം, സൽകീർത്തി എന്നിവയെല്ലാമാണ് ഫലം. ദശാദോഷവും ജാതകദോഷവും അനുഭവിക്കുന്നവരുടെ ദുരിതകാഠിന്യം കുറയ്ക്കാനും ഉത്തമമാണ് ഈ വ്രതം. അസ്തമയത്തിന് മുൻപ്
പിൻപുമുള്ള 3 മണിക്കൂറാണ് പ്രദോഷകാലം. മഹാദേവന് ശ്രീ പാർവതി ദേവിയും ഏറ്റവും പ്രസന്നരായിരിക്കുന്ന പ്രദോഷവേളയിൽ ശിവദർശനം പുണ്യമാണ്. വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളും നടത്തുക. പ്രദോഷ സന്ധ്യയിൽ ക്ഷേത്ര ദർശനത്തിനും ശിവഭജനവും നടത്തിയാൽ സന്തുഷ്ട കുടുംബജീവിതവും സന്താനലാഭവും ആയുരാരോഗ്യവും ലഭിക്കുന്നതാണ്. അന്ന് ശിവപുരാണം പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഓം നമഃ ശിവായ മന്ത്രം കഴിയുന്നത്ര ജപിക്കാം. ശങ്കരധ്യാനപ്രകാരം ശിവപഞ്ചാക്ഷര സ്തോത്രം, ദാരിദ്ര്യ ദുഃഖ ദഹന ശിവസ്തോത്രം, ശിവാഷ്ടോത്തരം, ലിംഗാഷ്ടകം, ശിവസഹസ്രനാമം, ശിവാഷ്ടകം എന്നിവയെല്ലാം ജപിക്കാവുന്നതാണ്. ശിവജപങ്ങളെല്ലാം വളരെ ശ്രേഷ്ഠമാണ്. പ്രദോഷ ദിവസം ജപിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠവുമാണ്. എല്ലാവരും ജപിക്കാൻ ശ്രമിക്കുക.